Hi, welcome to Ammus Yummy Kitchen. Now, I am ready to Dates Halwa Recipe. This Dates Halwa ready to sugar or jaggery on the Dates Halwa ready. Now, we easy and tasty halwa ready. Dates Halwa ingredients. 1 cup dates ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കൂരിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ച dates ആണ് മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ് ഞാൻ dates എടുത്തിരുന്നത് 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം വേണം ഇത് datesലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് വെള്ളമാണ് 1 ടേബിൾസ്പൂൺ കോൺഫ്ലോർ കുറച്ച് കാഷ്യൂ നട്ട് ആവശ്യത്തിന് നെയ്യ് അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ dates ഹൽവ റെഡിയാക്കാൻ നോക്കാം ഇപ്പോൾ ഞാൻ ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഡേറ്റ്സിലോട്ട് നമുക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർക്കാം 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം തന്നെ നിങ്ങൾ ചേർക്കണം തണുത്ത വെള്ളം ചേർക്കരുത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്തി എടുക്കണം ഇതൊരു 30 മിനിറ്റ് ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം ഇപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഹൽവ റെഡിയാക്കാൻ നോക്കാം ഇപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാനിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ കാഷ്യൂ നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച കാഷ്യൂ നട്ട് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യരുത് ഇപ്പോൾ ഈ കാഷ്യൂ നട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം ഇപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സെയിം പാനിലോട്ട് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ച ഈ ഡേറ്റ്സ് ചേർക്കാം ഈ ഡേറ്റ്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ കളറൊക്കെ കുറച്ച് ചേഞ്ച് ആയിട്ട് വരും പിന്നെ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര അതുപോലെ തന്നെ ശർക്കര ജാഗരി ഒന്നും ചേർക്കുന്നില്ല ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഈ ഡേറ്റ്സിൻ്റെ കളറൊക്കെ ഒന്ന് കുറച്ച് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചായിട്ട് പാനിൽ നിന്ന് വിട്ടിട്ടുള്ള പരിവം വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഈ കോൺഫ്ലവറിൻ്റെ വെള്ളം നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വിന്നി ഇളക്കുക ഇത് നമുക്ക് പാനിൽ നിന്ന് നന്നായിട്ടൊരു വിട്ട് കിട്ടുന്ന പരിവെത്തണം ഇപ്പോൾ കണ്ടോ നന്നായിട്ട് പാനിൽ നിന്ന് നന്നായിട്ടിത് വിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഹൽവയുടെ പാകം നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് എടുത്ത് വെച്ച ഈ കാഷ്യൂ നട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ കണ്ടോ ഹൽവ നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുണ്ടോ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട് പോവാണ് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ ഞാൻ ഈ ഹൽവ സെറ്റാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഹൽവയുടെ കൂട്ട് ഇതിലേക്ക്
ഒഴിക്കാം. ഹലുവ ഞാനൊന്ന് പാത്രത്തിലേക്ക് ഞാനൊന്ന് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 മണിക്കൂർ ആയി കിട്ടും ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള ഡേറ്റ്സ് ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് യമ്മി കിച്ചൻ.